അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ലോകത്ത് 12-ാം നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുജദ്ദിദികളിൽ ഒരാളാണ് ഇമാം ഗസാലി. നിരവധി നൂറ്റാണ്ടുകളിലൂടെ ഇസ്ലാമിന് ആവശ്യമായ തജ്ദീദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നിരവധി പണ്ഡിതന്മാരെ നമുക്കറിയാം. 12-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അതുവരെ ഇസ്ലാമിക ലോകം അനുഭവിച്ച നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ആദ്യകാല മധ്യകാല പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ലോകത്ത് ഫിലോസഫി എന്നതും അഖീദ എന്നതുമെല്ലാം ഒരുപോലെ മനസ്സിലാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഇമാം ഗസാലി ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അതായത് അതുവരെ ഇസ്ലാമിക ലോകത്ത് രൂപപ്പെട്ട വിവിധ ചിന്താ പ്രസ്ഥാനങ്ങൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഫിഖ്ഹിൻ്റെ സ്കൂൾ ഓഫ് തോട്ടുകൾ, ഇങ്ങനെ നിരവധി വൈജ്ഞാനിക വ്യവഹാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഇസ്ലാമിക ലോകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഡൈമെൻഷനായി നിറഞ്ഞു നിന്നത് പേർഷ്യൻ, ഗ്രീക്ക്, ഇന്ത്യൻ ഫിലോസഫികളുടെ ശക്തമായ സ്വാധീനവും കൂടിയായിരുന്നു. ഇമാം ഗസാലിയുടെ പശ്ചാത്തലം എന്നത് ഈ വിവിധ തരത്തിലുള്ള വൈജ്ഞാനിക വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും രൂപപ്പെട്ടിരുന്നു. അതിലോരോ വിഭാഗങ്ങളായി മാറി. പലപ്പോഴും സൂഫി ത്വരീഖത്തുകൾ, സൂഫി ഓറിയൻറ്റേഷൻ മാത്രം സംസാരിക്കുന്ന ഒരു വിഭാഗങ്ങളായി മാറുക, അതുപോലെ തന്നെ അഖീദ അടിസ്ഥാനത്തിലുള്ള തിയോളജിക്കൽ ഗ്രൂപ്പുകൾ തിയോളജികളായി മാറുക. തിയോളജി ഗ്രൂപ്പ് എന്ന് പറയുന്ന തിയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് തോട്ട്, സ്കൂൾ ഓഫ് തോട്ട് എന്ന രീതിയിൽ അതൊരു ഗ്രൂപ്പായി മാറുക. അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ മദ്ഹബുകളിൽ ശക്തമായി അടിയുറച്ച് നിൽക്കുകയും ഒരു ലീഗലിസ്റ്റിക് അപ്രോച്ചിനോടുകൂടി ഇസ്ലാമിനെ കാണുന്ന ഒരു സാഹചര്യവും കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇമാം ഗസാലി ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലേക്ക് ഇടപെടുന്നതും അതിന് ശക്തമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതുമെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. 450 AD 1448 അദ്ദേഹം ജനിക്കുന്നത്. 450 എന്ന് പറയുന്നത് ഹിജ്രി മാസമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തൂസ് കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടുള്ള പ്രദേശത്തിൽ അദ്ദേഹം ജനിക്കുന്നത്. മുഹമ്മദ് ഇബ്ൻ അഹ്മദ് അബു ഹാമിദ് അൽ തൂസി ഗസാലി ഷാഫി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ കോൺട്രിബ്യൂഷനുമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകം അദ്ദേഹത്തെ ഹുജ്ജത്തുൽ ഇസ്ലാം, പ്രൂഫ് ഓഫ് ഇസ്ലാം എന്ന രീതിയിൽ വിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഖുറാസാൻ ഭാഗത്ത് ജനിക്കുന്ന ഖുറാസാൻ എന്ന് പറയുന്ന വിശാലമായ ഖുറാസാൻ്റെ ഭാഗത്താണ് തൂസ്. ആ ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ പണ്ഡിതന്മാരെ പോലെയും ആദ്യകാലങ്ങളിൽ അദ്ദേഹം വിവിധ മദ്രസകളിലൂടെയും ഫിഖ്ഹ്, ഖുർആൻ, തഫ്സീർ, കലാം എന്നത് തിയോളജിയായി പ്രധാനമായും ഒരു വിഷയം എന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഈ കലാം എന്നുള്ള ചർച്ചയിൽ പലപ്പോഴും തസവുഫിൻ്റെ ഫിലോസഫികളും കൂടി മിക്സായതാണ് എന്നായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലൂടെ പഠിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അന്നത്തെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരെന്ന് നമുക്ക് കാണാൻ കഴിയും. അഹ്മദ് ബിൻ മുഹമ്മദ് അർദാഖാനി പോലുള്ള, അതുപോലെ തന്നെ അബൂ നസർ ഇസ്മായിലി, ഇമാം ഹറമൈനി ആയിരുന്ന ഇമാം ജുവൈനി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ഖുർആൻ, ഫിഖ്ഹ് മേഖലകളിലെ ഉസ്താദന്മാർ, ടീച്ചേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അൽ ഖവാരി, അതുപോലെ അൽ ഫضൽ ബിൻ മുഹമ്മദ് അലി അൽ ഫർമാദി അത്തൂസി, യൂസുഫ് സജ്ജാജ് എന്ന് വിളിക്കപ്പെടുന്ന നിരവധി പണ്ഡിതന്മാരും ഇൽമുൽ കലാം, തസവ്വുഫ് പോലുള്ള മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരായി മാറിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പിന്നീട് 1091 ഹിജ്രി വർഷം 484 അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് ഖുറാസാൻ്റെ തൂസിൽ നിന്ന് ഭാഗത്ത് മാറുകയും നിസാമിയ ഭാഗത്തേക്ക്
ആ മദ്രസ നിലനിൽക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം യാത്രയാവുകയും ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് നിസാമുൽ മുൽക്ക് അല്ലെങ്കിൽ നിസാമുൽ മുൽക്ക് പണി കഴിച്ച നിസാമിയ മദ്രസയിൽ അദ്ദേഹത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തെ മുദരിസായി നിയമിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സെൽജൂക്കി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ മലിക് ഷയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നിസാമുൽ മുൽക്ക് പ്രധാനമായും ഒരു ഗവർണറായി, ആ വിശാലമായ ഏരിയയിൽ ഗവർണറായി അദ്ദേഹം മാറുന്നത്. അദ്ദേഹം ആണ് നിരവധി മദ്രസ സ്ഥാപനങ്ങളും വലിയ വിജ്ഞാന പ്രൊമോഷൻ ഓഫ് നോളജ് തന്നെ ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇമാം ഗസാലിയുടെ പ്രാഗൽഭ്യവും വൈജ്ഞാനിക ആഴവും തിരിച്ചറിഞ്ഞുകൊണ്ട് നിസാമുൽ മുൽക്ക് അദ്ദേഹത്തെ തിരിച്ച് ഈ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടുത്തെ ഇമാമായും അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചറായും അദ്ദേഹം മാറുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇമാം ഗസാലിയുടെ പല രചനകളും ഉണ്ടാവുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഇമാം ഗസാലി ആ ഒരു ഘട്ടത്തിൽ നിരവധി ഫിലോസഫിയുമായി ബന്ധപ്പെട്ടും അഖീദയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അദ്ദേഹം മുഴുകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഈ ഒരു ഘട്ടം ഏകദേശം 488 ഹിജ്രി വർഷം, അതുപോലെ തന്നെ 1095 ആ ഒരു കാലഘട്ടത്തിൽ ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ തന്നെ ബയോഗ്രഫിയിൽ പറയുന്നത് പോലെ ശക്തമായ ഒരു അസ്തിത്വ പ്രശ്നം, സംഘർഷം, ആത്മീയ മാനസിക സംഘർഷം നേരിടുകയും അത് അദ്ദേഹത്തിൻ്റെ തന്നെ വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. വിവിധ ഫിലോസഫിയുമായും ഇസ്ലാമിൻ്റെ അഖീദയുമായും നിരവധി നോൺ ഇസ്ലാമിക് ഫിലോസഫിയുമായിട്ടുള്ള നിരവധി വ്യവഹാരങ്ങളും അത് അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ആഘാതം കാരണം കുറച്ച് കാലത്തേക്ക് അദ്ദേഹം ഈ ഒരു ടീച്ചിങ് പൊസിഷൻ ഒഴിവാക്കുകയും പിന്നീട് അവസാനം ദമാസ്കസിലേക്ക് സിറിയൻ ഭാഗത്തേക്ക് യാത്രയാവുകയും അവിടെ ഒരു 10 വർഷക്കാലം ഒരു ആത്മീയ വിചാരണ എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചിന്തയിൽ മുഴുകുക, കൂടുതൽ മെഡിക്കേഷൻ, അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് സ്വത്വരൂപീകരണം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഉണ്ടാവുന്നുണ്ട്. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക വിശകലനം അദ്ദേഹത്തിൻ്റെ രചനകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെയുമായും സുന്നത്തുമായും ഇസ്ലാമിൻ്റെ അഖീദയുമായും ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിൽ നിന്നൊക്കെയുള്ള രക്ഷ തേടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് ഇടവേളയ്ക്ക് വേണ്ടി പിന്മാറിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പും പിമ്പും ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം ഗസാലി മാത്രമല്ല വേറെയും നിരവധി പണ്ഡിതന്മാർ ഈ ഒരു തരത്തിൽ അവരുടെ സാമൂഹിക കുടുംബ ഒരു രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്ന് മാറി കുറച്ചു കാലം യാത്രകൾ നടത്തുക, ഒറ്റയ്ക്കിരിക്കുക, കൂടുതൽ ഒരു സ്വത്വരൂപീകരണം എന്ന നിലയിലും ആത്മീയ സംസ്കരണം എന്ന നിലയിലും മാറി നിൽക്കുന്ന ഒരു സ്വഭാവം അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ജീവിത രീതിയും കൂടിയായിരുന്നു. അതും ഇമാം ഗസാലി എടുത്തതാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ തസവുഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൽമുൽ കലാം അതുപോലെ തന്നെ തസവുഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ഇടപെടുകയും ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയായ ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതുകയും ചെയ്യുന്നത്. ഇമാം ഗസാലി പിന്നീടുള്ള തിരിച്ചുവരവിൽ അതൊരു വലിയൊരു മാറ്റം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ തിരിച്ചുവരവിൽ അതുവരെ മുസ്ലിം ലോകത്ത് നിലനിന്നിരുന്ന വൈജ്ഞാനിക വ്യവഹാരത്തെ, ഫിലോസഫിയെ ശക്തമായി അവലോകനം ചെയ്യുകയും അതുപോലെ തന്നെ അതുവരെ ശരീഅത്തിനുള്ള പ്രാധാന്യം കൽപ്പിക്കാത്ത ഫിലോസഫേഴ്സിനെ ശക്തമായി വിമർശിക്കുകയും ശരീഅത്തിൻ്റെ ഒരു അപ്രമാദിത്വം മുന്നിൽ വെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെയും വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത പണ്ഡിതന്മാരെ ശക്തമായി വിമർശിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ, പ്രത്യേകിച്ച് തഹാഫത്തുൽ ഫലാസിഫ പോലുള്ള രചനകളിലൂടെയും ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് കാണുവാൻ പറ്റും. അദ്ദേഹം തഹാഫത്തുൽ ഫലാസിഫയിൽ തന്നെ അന്നത്തെയുള്ള ഫിലോസഫേഴ്സ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ദൈവത്തെയും അള്ളാഹുവിനെയും ഈ സാമൂഹിക ജീവിതത്തെയും ശരീഅത്തിനെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ചില ഫിലോസഫേഴ്സ് എന്നത്
ജഡ്ജ്മെൻറ്റ്, അതായത് യൗമുൽ ഖിയാമയുടെ പോസിബിലിറ്റി തന്നെ, അല്ലെങ്കിൽ ഒരു മരിച്ച ശരീരത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ തന്നെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ പോലും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായതായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു ഒരു പുനരുദ്ധാരണം എന്നത്, ഉയർത്തെഴുന്നേൽപ്പ് എന്നത് സ്പിരിച്വലായിട്ട് മാത്രമാണ്, ആത്മീയമാണ്, ശാരീരികമല്ല എന്ന് പറയുന്ന ഒരു വാദം അന്നുണ്ടായിരുന്നതായി അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫിലോസഫേഴ്സ് പറഞ്ഞത് ഈ ലോകം എന്നത് പടച്ചവനോടൊപ്പം തന്നെ, അള്ളാഹുവിനോടൊപ്പം തന്നെ നിലനിൽക്കുന്നതാണ് എന്ന രീതിയിൽ അഭിപ്രായം ചിലർ പറയുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക ഫിലോസഫീനെ കുറിച്ചും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങളെക്കുറിച്ചും ഈ ഗ്രീക്ക്, അരിസ്റ്റോട്ടലിയൻ, പ്ലാറ്റോണിക് ഫിലോസഫി പിന്തുടരുന്നതുകൊണ്ട് തെറ്റായ വായന നടത്തുന്ന ഒരു വിശദീകരണം അദ്ദേഹം തഹാഫത്തുൽ ഫലാസിഫയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഏകദേശം 20 പോയിന്റുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഫിലോസഫേഴ്സിൻ്റെ ചിന്തകളെ വെല്ലുവിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഫിലോസഫേഴ്സിൻ്റെ അവർ പുതുതായിട്ടുണ്ടാക്കിയ ബിദ്അത്തുകളെക്കുറിച്ചും അതുപോലെ തന്നെ അവർ മതനിന്ദയ്ക്ക് കാരണമായ ചിന്തകളെയും എണ്ണി പറയുന്നതായി കാണുവാൻ കഴിയും. ബിദ്അത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഏകദേശം അവരുടെ ബ്ലാസ്ഫമി, അതായത് മതനിന്ദയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ എടുത്തുകൊണ്ട് ഇത്രത്തോളം മതനിന്ദ ഇവരുടെ ചിന്തകളിൽ ഉണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം ഈ ഒരു തഹാഫുത്തുൽ ഫലാസിഫയിൽ പല ഭാഗത്തായി വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, സ്വാഭാവികമായും ഗ്രീക്ക് ഫിലോസഫി എന്നത് അത് സത്യം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഫിലോസഫിയുടെ അർത്ഥം. സെർച്ചിങ് ഫോർ ട്രൂത്ത് എന്നുള്ളതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൾറെഡി സത്യം അവിടെയുണ്ട്, ആ സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫിക്കലായ ഡൈമെൻഷൻ. ആ ഒരു അർത്ഥത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് വല്ലാണ്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി സത്യം അവിടെ വെളിവായിരിക്കുന്നു. ആ സത്യത്തെ അടുത്തറിയുക, ആ സത്യത്തെ മനസ്സിലാക്കുക, ആ സത്യത്തോടൊപ്പം ചലിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക് ഫിലോസഫി എന്ന് ഇമാം ഗസാലിയുടെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ഗസാലി മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തെ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ മൃഗവും മനുഷ്യനെയും ഒരുപോലെ തന്നെ അളന്നു വെക്കുന്ന ഗ്രീക്ക് ഫിലോസഫിയുടെ വിവിധ മാനദണ്ഡങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് മൃഗം എന്നത്, മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത്, മനുഷ്യന് അവിടെ ഇൻ്റലക്റ്റ് നൽകിയിരിക്കുന്നു, ബൗദ്ധികത എന്നത് അഖല് നൽകിയിരിക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യന് വിൽ പവർ നൽകിയിരിക്കുന്നു, ചോയ്സ് അള്ളാഹു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വയം അവൻ്റെ വിചാരങ്ങൾ, അതുപോലെ തന്നെ ഇമ്പൾസ്, അവൻ്റെ ആങ്കർ, പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ആംഗ്രി, കോപം, അതുപോലെ തന്നെ അപ്പിറ്റൈറ്റ് അടക്കമുള്ള വിവിധ പ്രചോദനങ്ങൾ എല്ലാം പ്രകടിപ്പിക്കുവാൻ മനുഷ്യന് കഴിയും. അത് വിൽ പവറിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റലക്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അത് അള്ളാഹു മനുഷ്യന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഇമാം ഗസാലി ഈ മനുഷ്യൻ മൃഗം തമ്മിലുള്ള താരതമ്യം പറയുന്ന ഭാഗത്ത് ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഗസാലി തന്നെ അദ്ദേഹത്തിൻ്റെ മീസാനുൽ അമൽ എന്നുള്ള ഭാഗത്ത് അവിടെ നോളജിൻ്റെയും അറിവിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും, ഇൽമു എന്നതും അമലി എന്നതിൻ്റെയും ഒരു കോറിലേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് പരസ്പരം ബന്ധിതമാണ്. അറിവ് ഒരാളുടെ പ്രവർത്തനത്തിൽ അത് ബാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ലവരായ പണ്ഡിതന്മാർ ഉലമാഉസു എന്നും ഉലമാ ഖൈർ എന്നുമൊക്കെയുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം നടത്തുന്നത്. അറിവ് ഒരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുക, അതല്ല എങ്കിൽ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അറിവിൽ നിന്ന് പ്രവർത്തനവും ആക്ഷനും അറിവുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെ അത് കൂടുതൽ ഒരു സമൂഹത്തിൻ്റെ വെൽഫെയറുമായും സമൂഹത്തിൻ്റെ സമൃദ്ധിയുമായും പ്രോസ്പെരിറ്റിയുമായും തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഗസാലി കൂടുതൽ ഈ മനുഷ്യൻ്റെ പൊട്ടൻഷ്യാലിറ്റിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ധാർമ്മിക ബോധങ്ങളെയും അതുപോലെ തന്നെ മൂല്യങ്ങളെയും കൂടുതൽ എടുത്തു പറയുന്നുണ്ട്. ഇതിന് ധാർമ്മിക ബോധത്തെയും മൂല്യത്തെയും കൂടുതൽ വളർത്തുവാൻ പറ്റുന്നത്, അത് കൂടുതൽ സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് ഇമാം ഗസാലിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ, ഇൽമ് അഭ്യസിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ്ങിലും കൂടെയാണ്. ഒരാൾക്ക് ഒരു ഇൽമ് ഉണ്ട് എന്ന് വെച്ചാൽ അയാൾ അതുകൊണ്ട് പ്രയോജനപ്പെടണമെന്നില്ല. ആ ഇൽമിനെ ജീവിതത്തിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുമ്പോഴാണ്
അപ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ കൂടുതൽ അത് സ്ഥായിയായ ഒരു മൂല്യമായി മാറുകയുള്ളൂ എന്ന് ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഗസാലിയുടെ ഫിലോസഫി തഹാഫത്തുൽ ഫലാസിഫ, ഇമാം ഗസാലിയുടെ സ്പിരിച്വൽ ഡയമെൻഷനെ കുറിച്ചിട്ടുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ, മീസാനുൽ അമൽ എന്നതുപോലെ തന്നെ ഇമാം ഗസാലിയുടെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് നസീഹത്തുൽ മുലൂക്ക്. നസീഹത്തുൽ മുലൂക്ക് എന്നത് ഇമാം ഗസാലിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗവും കൂടിയാണ്. സാധാരണ ഇമാം ഗസാലിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇമാം ഗസാലി സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഇടപെട്ടിട്ടില്ല, ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് മേഖലയിൽ മാത്രം ഇരിക്കുകയും ഒരു അധ്യാപകനായി മാത്രം ജീവിക്കുകയും അങ്ങനെ എഴുതി പറഞ്ഞുകൊണ്ട് ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യവും നൽകാത്ത ഒരു ചിന്ത എന്ന രീതിയിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ക്രിട്ടിക്കുകളും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വെസ്റ്റേൺ ഓറിയൻ്റലിസ്റ്റ് ക്രിട്ടിക്കുകളും ആ രീതിയിൽ അവലോകനം ചെയ്യുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഇമാം ഗസാലിയുടെ നസീഹത്തുൽ മുലൂക്ക് എന്ന രചന അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധി വെളിവാക്കുന്ന രചനയാണ്. ആ രചനയിലൂടെ അദ്ദേഹം അന്നുണ്ടായിരുന്ന സെൽജൂക്യൻ ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ വിവിധ ഗവർണറുകളുടെ അവരുടെ ഭരണത്തെ എത്രത്തോളം ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ എത്രത്തോളം സാമൂഹികമായി രാഷ്ട്രീയമായും ഫലപ്രദമാവുന്ന രീതിയിലേക്ക് ഭരണകർത്തൃത്വം മാറ്റാൻ പറ്റും, ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന രീതിയിലും കൂടിയാണ് നസീഹത്തുൽ മുലൂക്ക് എഴുതുന്നത്. ഇത് പറയുമ്പോൾ നസീഹത്ത് എന്നുള്ള ഒരു പദത്തിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കണം. സാധാരണ നസീഹത്ത് എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ പരസ്പരമുള്ള സതുപദേശം മാത്രം എന്നതല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഫിലോസഫിയിലും അതുപോലെ തന്നെ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പോലും നസീഹത്ത് എന്നത് പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഭരണകർത്താക്കളോടുള്ള നസീഹത്ത് എന്നത് അവരുടെ ഭരണ മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങളും പരിഷ്കാരങ്ങളും അവരുടെ ചെയ്തികളിൽ വരുത്തേണ്ട കറക്ഷൻസും തെറ്റുതിരുത്തലുകളും അതുപോലെ തന്നെ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള നല്ല രീതിയിൽ നയിക്കുവാനുള്ള വെൽഫെയർ സ്കീമുകൾ ഉണ്ടാക്കുവാനുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു പ്രചോദനം എന്ന രീതിയിലും കൂടിയാണ് നസീഹത്തിൻ്റെ പണ്ഡിതന്മാർ ചരിത്രപരമായി ഉപയോഗിച്ചിരുന്നതെന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ രചനയിൽ നസീഹത്തുൽ മുലൂക്ക് എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന്, ഈ യഹ്യാ എന്നുള്ള പദത്തെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു റിവൈവൽ എന്നുള്ള പദം അല്ലെങ്കിൽ റിഫോം എന്നുള്ള പദം ആധുനിക പദമായി കരുതുന്ന ഒരു സാഹചര്യം തന്നെയാണ് 1111 മരണമടഞ്ഞ ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് യഹ്യാ ഉലൂമുദ്ദീൻ എന്നുള്ള പദം തന്നെ കൊടുത്തത്. അതുവരെ ഉണ്ടായിരുന്ന വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ സെക്ടേറിയൻ ഗ്രൂപ്പുകളായി ഇൽമുൽ കലാമിൻ്റെ ഒരു വിഭാഗം, തസവൂഫിൻ്റെയും ആത്മീയ ചർച്ചകളുടെയും അതുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ശാഖകൾക്കും മറ്റൊരു വിഭാഗം, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ചർച്ചകൾക്ക് മറ്റൊരു വിഭാഗം, അഖീദ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറ്റൊരു വിഭാഗം, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി മാറിയുന്ന സാഹചര്യത്തിലാണ് ഇമാം ഗസാലി ഈ വിവിധ വൈജ്ഞാനിക ശാഖകളെയും വൈജ്ഞാനിക വ്യവഹാരങ്ങളെയും ഒന്നിപ്പിക്കുകയും പിന്നീട് ഇദ്ദേഹത്തിന് ശേഷം ഒരൊറ്റ സ്ട്രീമായി ഒഴുകുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് യഹ്യാ ഉലൂമുദ്ദീൻ എന്നുള്ള പേര് പോലും നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നസീഹത്തുൽ മുലൂക്കിൻ്റെയും പ്രത്യേകത അതുപോലെയാണ്. ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ വിമർശകരും അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഒരു തസവൂഫ് ഓറിയൻറ്റഡായ ഒരു പണ്ഡിതൻ എന്ന രീതിയിലാണല്ലോ പരിചയപ്പെടുത്തുന്നത്. ഇമാം ഗസാലി തസവൂഫിനെ വിശദീകരിക്കുന്നത് പ്രധാനമായും അത് അള്ളാഹുവിനോട് സാദിഖാവുക, അള്ളാഹുവിനെ സത്യപ്പെടുത്തുക, അതുപോലെ തന്നെ ജനങ്ങളോട് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ ചെയ്യുന്നതാണ് തസവൂഫ് എന്നാണ് ഇമാം ഗസാലി വിശദീകരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കുക, സ്വദാഖത്ത് പ്രകടിപ്പിക്കുക, അതിൻ്റെ അർത്ഥം ശരീഅത്തിനെ അനുകൂലിക്കുക, അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ അമ്രുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അനുശാസനങ്ങളെ അതേപടി അനുവർത്തിക്കുക, അതുപോലെ തന്നെ വേണ്ടത് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിനെ ഒഴിവാക്കുക എന്നുള്ളതുപോലെ തന്നെ ആ ഒരു കൽപ്പനകൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ജീവിതത്തെ ശരീഅത്തിന് അനുസൃതമായ തരത്തിലേക്ക് വളർത്തിയെടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നല്ല ഗുഡ് കണ്ടക്റ്റ്, ജനങ്ങളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം കാണിച്ചു വെക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് ഇമാം ഗസാലി ഇത് രണ്ടാമത് പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, അതുവരെ പലപ്പോഴും പല സൂഫി ഗ്രൂപ്പുകളും സൂഫി
ആൾക്കാരും സാമൂഹിക മേഖലകളിൽ പ്രത്യേകിച്ച് ഇടപെടൽ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ചേഷ്ടകൾ, അവരുടെ രൂപങ്ങൾ, അവരുടെ അറ്റേറുകൾ പലപ്പോഴും ഇസ്ലാമിൻ്റെ ഒരു മൗലികതയ്ക്കെതിരാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് വിമർശിച്ചുകൊണ്ടാണ്. അതുമാത്രമല്ല, ഒരു മാനവികമായ സാമൂഹികമായ ബന്ധങ്ങളിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു സാഹചര്യം കൂടെ വെച്ച ആ ഒരു സാഹചര്യത്തിലാണ് ഇമാം ഗസാലി അള്ളാഹുവിനോട് സിദ്ഖും സദാഖത്തും കാണിക്കുന്ന, അതുപോലെ തന്നെ മനുഷ്യരോട്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നതാണ് തസവുഫ് എന്നും അത് ആ ക്വാളിറ്റി ഉള്ളവരാണ് സൂഫി എന്നും ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ ഇമാം ഗസാലിയുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അന്നത്തെ സെൽജൂക്ക് ഡൈനാസ്റ്റി അനുഭവിച്ചിരുന്ന വിവിധ വിഷയങ്ങളെ അദ്ദേഹം നേരിട്ട് ഏറ്റെടുക്കുകയും അതിന് തക്കതായ പ്രതിവിധികൾ നൽകുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് ബാത്തിനി, അതായത് അന്നത്തെ 11-12 നൂറ്റാണ്ടുകളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിലെ ചിത്രതയുണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഉയർന്നു വന്ന ബാത്തിനി ഗ്രൂപ്പും അവരുടെ വളരെ മിസ്റ്റീരിയസ് ആയ ഫിലോസഫിയെയും ശക്തമായി എതിരിടുക എന്നുള്ള തരത്തിൽ ഇമാം ഗസാലിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സെൽജൂക്ക് ഡൈനാസ്റ്റിയുടെ ഒരു ആശയം, അതിൻ്റെ ഒരു സംരക്ഷണം, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നൊരർത്ഥത്തിൽ നിസാമുൽ മുൽക്കുമായിട്ടുള്ള കോപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് വളരെ തക്കതായ മറുപടി കൊടുക്കുകയും ആ മുൻകാല ഫിലോസഫേഴ്സ് ഇസ്ലാമിക ചിന്തയിൽ വരുത്തിയ പ്രശ്നങ്ങളെയും അത് ചൂണ്ടിക്കാട്ടുകയും അതിന് ശരിയായി വെക്കുകയും അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു പക്ഷേ ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇമാം ഗസാലിയെ സ്വതന്ത്ര ചിന്തയുടെ അന്തകൻ എന്ന് ഓറിയന്റലിസ്റ്റുകൾ വിളിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓറിയന്റലിസ്റ്റുകൾ ഇമാം ഗസാലിനെ ആ ഒരു പദപ്രയോഗം ഉപയോഗിച്ചാണ് വിശദീകരിച്ചത്. കാരണം ഈ ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ ഇങ്ങനെ വിവിധ ഫിലോസഫികൾ സ്വീകരിക്കുന്നത് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടാണ്. അത് ഇസ്ലാമിക ചിന്തയോട് ചേർത്ത് വായിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് അത് ഓരോ മനുഷ്യനും സ്വതന്ത്രമായ കാഴ്ചപ്പാടുണ്ടാവുകയും അത് നല്ലതാണ് എന്ന രീതിയിലാണ് ഓറിയന്റലിസ്റ്റുകൾ വിശദീകരിച്ചത്. എന്നാൽ ഈ ഒരു ചിന്തകളുടെ സമ്മിശ്രണം ഇസ്ലാമിക ഫിലോസഫിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചിന്തയിലും മുസ്ലിം ജനതകൾക്കിടയിലും ഉണ്ടായിരുന്ന ഭവിഷ്യത്തുകളെ തുറന്നു കാട്ടുകയും എതിർക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സ്വതന്ത്ര ചിന്തയുടെയും ഇൻ്റലക്റ്റിൻ്റെയും ഭൗതികമായ ബുദ്ധിയുടെ ഉപയോഗത്തെയും ഇമാം ഗസാലി ചോദ്യം ചെയ്യുകയെന്നും അദ്ദേഹം അത് അവസാനിപ്പിച്ചുവെന്നും ഓറിയന്റലിസ്റ്റുകൾ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നോക്കുക, ഇമാം ഗസാലി തഹാഫത്തുൽ ഫലാസിഫ എഴുതുന്നത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ നസീഹത്തുൽ മുലൂക്ക് എഴുതുന്നത് ഭൗതികത തന്നെ ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനും മീസാനുൽ അമൽ അടക്കമുള്ള മുസ്തസ്ഫ അടക്കമുള്ള വിവിധ രചനകൾ പോലും നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വൈജ്ഞാനികമായ ഭൗതികമായ സംഭാവനകൾ തന്നെയാണ്. എന്നിട്ട് പോലും ഇസ്ലാമിന് അന്യമായ ഫിലോസഫിയെ ഇസ്ലാമിക ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഇമാം ഗസാലിയെ അതിൽ സ്വതന്ത്ര ചിന്തയുടെ അന്തകൻ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ആശയം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇമാം ഗസാലി ഫിലോസഫിയെ പോലെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത നസീഹത്തുൽ മുൽക്കിനെ പോലെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഫിഖീപരമായ ചർച്ചകൾ, അത് ഇഹ്യാ ഉലൂമുദ്ദീനാവട്ടെ മീസാനുൽ അമലാവട്ടെ എന്നതിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളിലൊന്നാണ് മുസ്തസ്ഫ. ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ പ്രത്യേകിച്ച് ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെക്കുറിച്ച് പഠിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രചനകളിലൊന്നാണ് മുസ്തസ്ഫ. അത്രത്തോളം ആഴത്തിൽ രചനകൾ പിന്നീട് നമുക്ക് വളരെ വിരലിലെണ്ണാവുന്ന രചനകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് അദ്ദേഹത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. ഈ ഒരു വിശദീകരണം പറയുമ്പോഴാണ് ഇമാം ഗസാലിയുടെ, ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലുള്ള ഇമാം ഗസാലിയുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളിൽ വല്ലാണ്ട് മുഴുകിയിരുന്നില്ല എന്നും അതിനും പ്രധാനപ്പെട്ട കാരണം
ക്രുസേഡ് വാർ യുദ്ധങ്ങൾ, അറ്റാക്കുകൾ നടന്ന പശ്ചാത്തലത്തിൽ ഇമാം ഗസാലി അതിനോട് പ്രതികരിച്ചില്ല എന്നും, അതുപോലെ തന്നെ ജിഹാദിൻ്റെ ഒരു സായുധമായ പോരാട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രചനയിൽ കൂടുതൽ പരാമർശിച്ചില്ല എന്നും, ഷഹാദത്തിനെ കുറിച്ചുള്ള വേണ്ട ആവശ്യമായ ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ രചനയിൽ ഇല്ല എന്നുമുള്ള ചില പരാമർശങ്ങൾ നമുക്ക് ചില ആൾക്കാർ വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത് ശരിയല്ല എന്നാണ് ചരിത്ര പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മുവഹിദി ഗ്രൂപ്പായിരുന്ന, അന്ന് സ്പെയിൻ കേന്ദ്രീകരിച്ചിരുന്ന മുവഹിദീൻ മൂവ്മെൻറ്റിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ലീഡറായിരുന്ന ഇബ്നു താഷിഫിനോടുള്ള അദ്ദേഹത്തിൻ്റെ കത്ത് നമുക്ക് കാണുവാൻ കഴിയും. യുദ്ധം ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി യുദ്ധം തുടരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് നിഫാഖിൻ്റെ ഭാഗമായി ആണ് എന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ അദ്ദേഹം പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഭാഗത്ത് തന്നെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട ചെറിയതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോരാതെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായി സമീപിക്കുന്ന ഒരു വിഷയം, ഒരാളുടെ ചിന്ത എന്നത്, കോൺട്രിബ്യൂഷൻ എന്നത് അയാളുടെ എഴുത്ത് മാത്രമല്ല, അയാളുടെ സാമൂഹിക ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രവും കൂടിയാണ്. ഇമാം ഗസാലിയുടെ ശിഷ്യനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. അബ്ദുൽ ഖാദർ ജീലാനിയുടെ തന്നെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനവും പ്രസംഗങ്ങളും കേട്ട് വളർന്നവരാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയും നൂറുദ്ദീൻ സംഘിയും. അതിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ്, ഈ നൂറുദ്ദീൻ സംഘിയും അതുപോലെ തന്നെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുമാണ് ക്രുസേഡ് വാറുകൾക്ക്, ക്രിസ്ത്യൻ അറ്റാക്കുകൾക്കെതിരെ നിന്നതും ഫലസ്തീൻ പിടിച്ചെടുത്തതും. ഈ ആവേശം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ഇമാം ഗസാലിയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ടമുഖത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ചരിത്ര സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്, ഈ ക്രുസേഡ് വാർ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചില ചരിത്ര നിരീക്ഷണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇമാം ഗസാലിക്ക് ആത്മീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം 10 വർഷക്കാലം മാറി നിൽക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വ്യക്തിഗതമായ വളർച്ച, സ്വത്വ രൂപീകരണം, വ്യക്തിഗതമായ മാനസിക വികാസം ഇതൊന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഓവർ പൊളിറ്റിസൈസേഷൻ, ഒരു അധിക രാഷ്ട്രീയവൽക്കരണ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇമാം ഗസാലിയെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് അദ്ദേഹം നടത്തിയ സംഭാവനകളെ തന്നെ അവമതിക്കുന്നതിനും കൂടി തുല്യമാണ് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമാം ഗസാലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളാണ്. പക്ഷേ അതിന് മറുപടി എന്ന നിലയിൽ ഷെയ്ഖ് യൂസുഫുൽ കർലാവിയുടെ ഇമാം ഗസാലി എന്നുള്ള രചനയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള രചനകളിലും എല്ലാം ഇമാം ഗസാലിയുടെ ഒരു കോൺട്രിബ്യൂഷനെ കൂടുതൽ നന്നായി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇമാം ഗസാലി എന്നത് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് 11-ാം നൂറ്റാണ്ടിൽ 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ ഇസ്ലാമിക ലോകത്ത് വന്ന പ്രധാനപ്പെട്ട മുജദ്ദിദുകളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷൻ അത് വിവിധ മേഖലകളിലാണ്. അത് ഫിഖ്ഹിൻ്റെ മേഖലകളിലാവട്ടെ, രാഷ്ട്രീയത്തിൻ്റെ മേഖലകളിലാവട്ടെ, ഫിലോസഫി ആവട്ടെ, അഖീദയാവട്ടെ, ഇൽമുൽ കലാം ആവട്ടെ, തസവൂഫ് ആവട്ടെ, ഇങ്ങനെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇമാം ഗസാലിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തിയോളജിക്കൽ റിഫ്റ്റിൻ്റെ ചർച്ചകളിലും വിവിധ ദൈവശാസ്ത്ര ചർച്ചകളും അഷ്അരി മദ്ഹബിനെ കൂടുതൽ പിൻപറ്റിയ ആളായിരുന്നു. അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ ഷാഫി മദ്ഹബിനെ തന്നെ കൂടുതൽ പിൻപറ്റിയ ആളായിരുന്നുവെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഷെയ്ഖ് യൂസുഫുൽ കർലാവി ഇമാം ഗസാലിക്കെതിരെയുള്ള ആരോപണങ്ങളെ വിശദീകരിച്ചുകൊണ്ട്, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമാം ഗസാലി എന്ന് പറയുന്ന രചനയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഗസാലി ചെയ്ത കോൺട്രിബ്യൂഷൻ അത് പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ മാത്രം, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വർഷിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത ഒരു കാഴ്ചപ്പാടായിട്ടാണ് ഇമാം യൂസുഫുൽ കർലാവി അദ്ദേഹത്തിൻ്റെ അൽ ഇമാം അൽ ഗസാലി എന്ന രചനയിൽ പരാമർശിക്കുന്നത്. ഇങ്ങനെ നിരവധി ചിന്തകളിലൂടെ പിന്നീട് നിരവധി കാലങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായി കിടന്നു ഇരുന്ന അഖലിൻ്റെയും അതുപോലെ തന്നെ അഖീദയുടെയും തിയോളജിയുടെയും
അത് പിന്നീട് ഫിലോസഫിയുടെയും ഫൽസഫയുടെയും കലാമിൻ്റെയും തസവുഫിൻ്റെയും വ്യത്യസ്തമായ ഗ്രൂപ്പുകളെ അത് ഒഴിവാക്കി ഒരൊറ്റ ഗ്രൂപ്പാക്കി മാറ്റുവാൻ, ഒരൊറ്റ സ്ട്രീമിലേക്കാക്കി മാറ്റുവാൻ ഇമാം ഗസാലിക്ക് കഴിഞ്ഞതായും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ ഒരു തരത്തിൽ ഇമാം ഗസാലിയുടെ ചിന്ത അത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ഒരു കാലവുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആധുനിക കാലത്ത് നിരവധി ഫിലോസഫികളും നിരവധി മോഡേൺ പൊളിറ്റിക്കൽ തോട്ടും ഉണ്ടാകുമ്പോൾ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇമാം ഗസാലിയുടെ പ്രവർത്തനങ്ങളെ ഒന്ന് മാറ്റുരച്ച് നോക്കുമ്പോൾ എത്രത്തോളം മഹനീയമായ പ്രവർത്തനമാണ് ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.